നമസ്കാരം. നാട്ടിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണ്. ഉത്സവം ആയിക്കഴിഞ്ഞാൽ ഗാനമേളയും സ്വാഭാവികമായ ഗാനമേളകളിൽ തല്ലുമൊക്കെ ഉണ്ടാവാറുണ്ട്. നാട്ടുകാർ എല്ലാവരും ഉത്സവ ലഹരിയിലാണ്. എന്തായാലും തിരുനക്കരയിൽ നിന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. പരിപാടിക്കിടെ തല്ലുണ്ടാകുന്നതും പോലീസ് കേസാകുന്നതും എല്ലാം നാടൻ കാഴ്ചകളാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് എല്ലാം കൈവിട്ടുപോയാൽ എന്തായിരിക്കും നടക്കുക? അങ്ങനെ ഒരു സംഭവമാണ് കോട്ടയം തിരുനക്കര ഉത്സവത്തിൽ നടന്നത്. സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ ആവേശത്തോടെ യുവാക്കൾ ഡാൻസ് കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. വാശിയേറിയ ഡാൻസിനിടയിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെയാണ് ഇടി ആരംഭിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. കോട്ടയം തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തിനിടെയാണ് നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ സംഘർഷമുണ്ടായത്. അക്രമത്തിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ നടന്ന ഗാനമേളയ്ക്കിടെയാണ് ഒരുപറ്റം യുവാക്കൾ സംഘം ചേർന്ന് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ യുവാക്കൾ പരസ്പരം കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും കത്തി വീശുകയും ചെയ്തു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവത്തിന് ഗാനമേള നടക്കുന്ന ദിവസങ്ങളിൽ ഇത്തരം സംഘർഷം പതിവാകുന്ന കാഴ്ചയാണ് തിരുനക്കര ക്ഷേത്രത്തിലുള്ളത്. മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി വന്നതുപോലെയാണ് ആക്രമണം നടന്നത്. യുവാക്കളുടെ കൈവശം ആയുധങ്ങളുണ്ടായിരുന്നു. കുരുമുളക് സ്പ്രേയും മാരക ആയുധങ്ങളുമാണ് യുവാക്കളുടെ സംഘം തിരുനക്കരയിൽ എത്തിച്ചത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. സ്റ്റേജിൽ പാട്ട് നടക്കുന്നതിനിടെ പലയിടങ്ങളിലായി ചേരിതിരിഞ്ഞ് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഇതിനിടയിൽ യുവാക്കൾ നാട്ടുകാർക്ക് നേരെയും കത്തിവീശി. ഉത്സവത്തിനു വേണ്ടി ക്രമീകരിച്ച തോരണങ്ങളും മറ്റും നശിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മൈക്ക് സെറ്റ് അടക്കം തകരാറിലാക്കുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു ആക്രമണം നടന്നത്. കേസിൽ എന്തായാലും അന്വേഷണം നടക്കുന്നതായും അക്രമികൾ പിടിക്കപ്പെടുമെന്നും പോലീസ് പറഞ്ഞു.